8 വർഷത്തിലധികം നീണ്ട പ്രണയമായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും. വിവാഹശേഷം ഇവർ ഒന്നിച്ചുണ്ടായത് വെറും 15 ദിവസം മാത്രം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കാനിരിക്കെയാണ് അനുവിന്റെ വേർപാട്. കാനഡയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന നിഖിൽ നവംബർ 25-നാണ് നാട്ടിലെത്തിയത്. 30-ന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ച് നിഖിലും അനുവും വിവാഹിതരായി. വിവാഹശേഷം ഹണിമൂണിനായി ഇരുവരും മലേഷ്യയിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഇവരെ കൂട്ടിക്കൊണ്ടുവരാനാണ് ഇന്നലെ പുലർച്ചെ പിതാക്കന്മാരായ മത്തായി ഈപ്പനും ബിജുവും പുറപ്പെട്ടത്. എന്നാൽ വീടണയാൻ 7 കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോൾ 4 പേരെയും മരണം കവർന്നെടുക്കുകയായിരുന്നു. നിഖിലിന്റെയും അനുവിന്റെയും വീടുകൾ തമ്മിൽ 1.5 കിലോമീറ്റർ അകലമേയുള്ളൂ. ഒരേ ഇടവകക്കാരായിരുന്നു ഇവർ. വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രണയത്തിലായതാണ് ഇരുവരും. 2 വീട്ടുകാരുടെയും അനുവാദത്തോടെയായിരുന്നു വിവാഹവും. മലേഷ്യയിൽ നിന്നും വീട്ടിലെത്തിയ ശേഷം ബന്ധുക്കളുടെ വീട് സന്ദർശിക്കാനിരിക്കുകയായിരുന്നു നിഖിലും അനുവും. നവീകരിച്ചതിന് ശേഷം പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ അപകടം പതിവാണ്. റോഡിന് വീതി കുറവുണ്ടെന്നും ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം നിരന്തരം അപകടമുണ്ടാക്കുന്ന കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നതായും കലഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അപകടങ്ങൾ ഒഴിവാക്കാൻ മാർഗം തേടി യോഗം വിളിക്കാനിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.